െങ്കിൽ അവൻ്റെ ഭാവം നമുക്ക് വിലയേറിയതാണ്. ആ ഭാവത്തിൻ്റെ ചില ആസ്പെക്ട്സ് ഇനിയുള്ള ഭാവങ്ങളിലൂടെയൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. വെറുതെ പറയുന്നതല്ല. കാരണം നാം വിശ്വസിക്കുന്നു, നാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു യേശു ആരാണ് നമുക്ക്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യേശു സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഈ ക്രിസ്തുവിലുള്ള ഭാവം എന്ന് ചില വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ പ്രസംഗത്തിലും അഭിമന്യ ഇവാല്യൂസിന് വേണ്ടി നന്നായി പറയുകയുണ്ടായി. ഈ പ്രതികൂലങ്ങളൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ത്രിയേക ദൈവത്തിലുള്ളൊരു വിശ്വാസമാണ് ശാന്തതയോടുകൂടി അവർക്ക് ആയിരിക്കാനായിട്ട് ഇടയാക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ എല്ലാം ട്രസ്റ്റ് അതാണ്, ഈ യേശുവിലുള്ള വിശ്വാസം. ആ യേശുവിൻ്റെ ഭാവങ്ങൾ എന്തെല്ലാം, മനസ്സിൻ്റെ ഭാവങ്ങൾ എന്തെല്ലാം എന്ന് ചുരുക്കമായി പറയുവാൻ, അത് ഞാൻ പറയാൻ ശ്രമിച്ചത് യേശുവാണ്.